ഹലോ ഓൾ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആൽബർട്ട് കാമൂസിൻ്റെ നോബൽ ആക്സെപ്റ്റൻസ് സ്പീച്ചാണ്. 1957 ഡിസംബർ 10 ലിറ്ററേച്ചറിൽ നോബൽ പ്രൈസ് ലഭിച്ച ആൽബർട്ട് കാമൂസ് തനിക്ക് ലഭിച്ച നോബൽ പ്രൈസിന് ശേഷം ജനങ്ങളെ, അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എഴുത്തുകാരെ, ജനങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് താൻ നടത്തിയ പ്രസംഗമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് തന്നെ തനിക്ക് നോബൽ പ്രൈസ് നൽകിയ സ്വീഡിഷ് അക്കാദമിയെ അഭിനന്ദിച്ചുകൊണ്ടും തൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും തൻ്റെ നന്ദി, സ്വീഡിഷ് അക്കാദമിയോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും അദ്ദേഹം തൻ്റെ പ്രസംഗം തുടങ്ങുകയാണ്. തനിക്കൊരു നോബൽ പ്രൈസ് ലഭിക്കാൻ മാത്രം യാതൊരു അർഹതയോ അവകാശമോ ഒന്നുമില്ലെന്നും ഇത്രയധികം ആൾക്കാർക്കിടയിൽ തനിക്കൊരു നോബൽ പ്രൈസ് നൽകിയത് ഒരു വലിയ അത്ഭുതകരമായ കാര്യമായിട്ട് താൻ കാണുന്നുവെന്നും കാമൂസ് അഭിപ്രായപ്പെടുന്നു. തന്നേക്കാൾ അവാർഡ് ലഭിക്കാൻ അർഹതയുള്ള ഒരുപാട് പേർ നിലവിലിപ്പോൾ ഉണ്ട്. സത്യം പറഞ്ഞാൽ തനിക്ക് ഈ ഒരു അവാർഡ് ലഭിച്ചതിലല്ല താൻ സന്തോഷിക്കുന്നതെന്ന് കാമൂസ് പറയുന്നു. മറിച്ച് തൻ്റെ രാജ്യമായ അൾജീരിയ ഫ്രാൻസിൻ്റെ പിടിയിലായിരുന്ന കാലഘട്ടത്തിൽ യൂറോപ്പിൻ്റെ പല ഭാഗത്തു നിന്നും വലിയ വലിയ പണ്ഡിതന്മാരും വലിയ വലിയ എഴുത്തുകാരും അൾജീരിയയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫ്രാൻസിനെതിരെ ശബ്ദമുയർത്താൻ വേണ്ടി മടി കാണിച്ചപ്പോൾ താൻ അതിന് തയ്യാറായി എന്നുള്ളതിലാണ് ഞാൻ അഭിമാനിക്കുന്നതെന്ന് കാമൂസ് തൻ്റെ മുമ്പിൽ കൂടിയിരിക്കുന്ന ജനങ്ങളോട് പറയുന്നു. തൻ്റെ ചെറുപ്പത്തിൽ വളരെയധികം കഷ്ടതകൾ അനുഭവിച്ച് വളർന്ന ഒരു വ്യക്തിയാണ് കാമൂസ് എന്ന് പറയുന്നത്. എന്നാലും എഴുത്ത് എന്ന കലയെ പ്രണയിക്കുകയും എഴുത്തിലൂടെ തൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് കാമൂസ്. കാമൂസിൻ്റെ അഭിപ്രായത്തിൽ കല എന്നത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്ന് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിച്ചുകൂടാനാവാത്തതും കല കൂടാതെയുള്ള ജീവിതം അസാധ്യമാണ് എന്നുമാണ് കാമൂസ് തൻ്റെ ജനങ്ങളോട് പറയുന്നത്. പ്രധാനമായിട്ടും 2 ചോദ്യങ്ങളാണ് കാമൂസ് തൻ്റെ മുമ്പിലുള്ള ജനങ്ങളോട് ചോദിക്കുന്നത്. വാട്ട്സ് ആൻ ആർട്ട് ആൻഡ് വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ റൈറ്റർ ഇൻ ദിസ് വേൾഡ്? എന്താണ് കല എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ എന്താണ് ഒരു എഴുത്തുകാരൻ്റെ റോൾ, ലോകത്ത് ഒരു എഴുത്തുകാരൻ്റെ റോൾ എന്താണ് എന്നുള്ള 2 ചോദ്യമാണ് പ്രധാനമായിട്ടും കാമൂസ് ജനങ്ങൾക്ക് മുമ്പിൽ ഇട്ട് കൊടുക്കുന്നത്. എഴുത്തെന്ന് പറയുന്നത് തൻ്റെ ഉള്ളിലുള്ള ആശയങ്ങളെ തൻ്റേതായ രീതിയിൽ, തനിക്കിഷ്ടപ്പെട്ട രീതിയിൽ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കാനുള്ള ഒരു ആയുധമായിട്ടാണ് എഴുത്തിനെ കാമൂസ് കണക്കാക്കുന്നത്. അവസാനമായിട്ട് ഈ ഒരു നോബൽ പ്രൈസിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും കാമൂസ് തൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ സമയത്തും എല്ലായ്പ്പോഴും സത്യത്തിൻ്റെ ഭാഗത്തും ജനങ്ങളുടെ ഭാഗത്തും ഞാൻ എപ്പോഴും ഉറച്ചു നിൽക്കുമെന്ന് കാമൂസ് അവസാനമായിട്ട് തൻ്റെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.